എല്ലാവർക്കും റെനീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ശ്രീവർദ്ധൻ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്ക് പോവാണ്. അത് പിന്നെ ദാപ്പോളിക്ക് മുന്നായിട്ട് ഗോവ റൂട്ടിലാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആകെ വിശേഷങ്ങൾ ഇനി പറയാം. മസാല ചായയൊക്കെ കുടിച്ച് പുതിയ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഡാഡി ഇരിക്കുന്നു. ഡാഡ് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. പാവ് വേണ്ട, വട ഗരമാണോ എന്ന് ചോദിക്കുകയാണ്. ചായ കുടിക്കണം. വടാപ്പാവ് വന്നിരിക്കുകയാണ്. ഗരം വട, പാവ്, ചമ്മന്തി. കഴിക്കിൻ്റെ ഏകദേശം ഭയങ്കര ഗ്യാസ് അടിക്കുക. എന്നാലും വെച്ച് നോക്കി എങ്ങനെയാണ് അത് കഴിക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കുക. ഡാഡി ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 110. അപ്പോൾ ഞങ്ങൾ ശ്രീവർദ്ധനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കയറ്റൊക്കെയാണ്, മല ഇറങ്ങി തോന്നുന്നു. വഴിയൊന്ന് കാണിക്കാൻ വേണ്ടി ചെറിയ വഴിയാണ്. അതായത് ഗോവയ്ക്ക് പോണതിൻ്റെ ഭാഗത്തുനിന്ന് എവിടെ തിരിഞ്ഞുകൂടായിട്ട് നമ്മൾ മാൻഗാവിൽ തിരിഞ്ഞ് പോവാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ നിന്നാൽ തന്നെ ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്ഥലം. ഞങ്ങൾ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ്, ഒരു ബിൽഡിങ് ഇങ്ങനെ ആക്കിയിരിക്കണത്. രണ്ട് പൂച്ചകൾ ഇരിക്കണുണ്ടോ? നാം ക്യാ ഹൈ? एक का डोलू है, एक का बाला है. ഡോലു ബാല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നിങ്ങൾ റൂമിലേക്ക് ഞങ്ങൾ കിടന്നിരിക്കുകയാണ്. റൂം നമ്പർ 01. ഒരു പനി ബോട്ടിലും 2 സോപ്പും കഷ്ണം തന്നിട്ടുണ്ട്. TV ഉണ്ട്. അവിടെ ഇത് ചെയ്യണമെന്ന്, അവിടെ എൻട്രി ചെയ്യണമെന്ന് അവരവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ബെഡ് ചേട്ടാ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഞം അടിച്ച് ചെറിയ റൂം. അതായത് ബിൽഡിങ്ങാണ് കേട്ടത്. ഇവരത് ഇങ്ങനെ ആക്കിയിരിക്കുക. വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ജനലൊന്നും തുറക്കാൻ പറ്റില്ല. ഇതാണ് റൂമിൻ്റെ കാലാവസ്ഥ. നാളെ ഞങ്ങൾ ഹരിഹരേശ്വറിൽ പോയിട്ട് ആ വഴിക്ക് വീട്ടിലേക്ക് പോകും. ഓൺലി 2 ഡേയ്സിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഇത്ര ക്ഷീണമൊന്നുമില്ല അല്ലേ? ശരി. എന്നാൽ ഊണ് കഴിക്കാൻ ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ. എഗ്ഗ് താലി ഞാൻ പറയണമെന്ന് വെച്ചിരിക്കുക. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെ എന്താ പറഞ്ഞിരിക്കണേ? ചിക്കൻ താലി, ഒരു എഗ് കറി താലി. എഗ് കറി താലി. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാവരും. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിശന്ന് പൊരിയുന്നുണ്ട്. ആടിൻ്റെ ചിക്കൻ താലി വന്നിട്ടുണ്ട്. ചിക്കൻ, പിന്നെ ഇത് കറി, ചാവൽ, 2 ചപ്പാത്തി, തൈര്, സാലഡ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലില്ല, ഇതിന് 200 രൂപ.
ഇതിന് 200 രൂപയാണ് കേട്ടോ. എൻ്റെ 150 വന്നിട്ട് 2 താലിയാണ്. നോക്കിയൊക്കെ അപ്പോൾ തിരിച്ച് കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ അതായത് ഞങ്ങൾ വന്നിട്ട് 45 മിനിറ്റ്സായി ഒരു കുന്തും കിട്ടിയിട്ടില്ല. ഇത് കഴിച്ചു തുടങ്ങിക്കോടാട്. ചപ്പാത്തി ഡാഡിന് ഇഷ്ടമുള്ളതല്ലേ, ഞാൻ തരാൻ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ചപ്പാത്തിയുടെ ഒരു തുണ്ട്, നല്ല ചപ്പാത്തിയാണ്. നല്ല സെക്കൻഡ് കറിയൊന്ന് കഴിച്ചോട്ടെ. എന്നാ ഓ ഓക്കെ. ഞാൻ എൻ്റെ അണ്ടക്കറിയുടെ തലി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡാഡ് എൻ്റെ ബാക്കറി എടുത്ത് അങ്ങോട്ടേക്ക് വെച്ചു, ചപ്പാത്തി എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. ഓക്കെ. എന്താ കറിയുന്നു? ചപ്പാത്തി, ചോറ്, കറി. നല്ലതാണോ ബാക്കറി? ഒരു ബാക്കറി നല്ലൊന്നുമില്ല. ഞങ്ങൾ വൈകുന്നേരം പിടിക്കേണ്ടതിന് വരില്ല. വിഷ്ണു കഴിഞ്ഞ് 3/4 മണിക്കൂർ ഇരുന്നിട്ടാണ് കിട്ടുന്നത്. ഇന്ന് രാത്രിയിലത്തെ വേറെ കാണിക്കും. 20 रुपये ഒരു പൊതി. 20 रुपया. ടീക്കേ. അപ്പോൾ അങ്ങനെ ചെനയൊക്കെ കഴിച്ച് ഞങ്ങൾ കടലിനോടടുത്തേക്ക് നടക്കുകയാണ്. ചെനയെല്ലാം കഴിച്ച് കടലിന് അഭിമുഖമായി നടന്നെടുക്കുകയാണ്. നട്ടുച്ച വെയിൽ. ഭക്ഷണമൊക്കെ കഴിച്ച കാരണം ചെറിയൊരു മന്ദതയുണ്ട്. എന്നാലും നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇന്ന് കടലിനെ കാണാൻ നല്ല ഭംഗി തോന്നുന്നുണ്ട്. കാർമേഘങ്ങളൊന്നുമില്ല, മഴക്കാരൊന്നും കാണാനില്ല. അങ്ങനെ ഡാഡി ഒരു സ്ഥലത്ത് ഓരം ചേർന്ന് ഇരിപ്പായി. കടൽ നോക്ക്, സുന്ദരമായ കടലുകൾ. ആരുമില്ല. ഞങ്ങൾക്ക് വേണ്ടി തിരയടിച്ചുകൊണ്ടിരിക്കുന്നു കടൽ. പിന്നെ കപ്പലണ്ടിയൊക്കെ കഴിച്ച് കടലിനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള സീഷോർ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ശ്രീവർദ്ധൻ. അവിടെ അറ്റത്തൊരു മലയൊക്കെ ഉണ്ട്. ബോട്ടൊക്കെ ഇവിടെ തീരത്തോട് അടുപ്പിച്ച് ഇതാരുമില്ല. ഇന്ന് ഫ്രൈഡേ കാരനാവും, ആരുമില്ല. ഇപ്പോൾ ഒരു പൂച്ച വന്നിരിക്കുക ഞങ്ങളുടെ അടുത്ത്. വാ, നീ ഇങ്ങോട്ട് വാ.
രാവിലെ വന്ന സ്ഥലം തന്നെ ഇപ്പോൾ കണ്ട നല്ല തിരക്കായി. എല്ലാവരും ചായ നാസ്ത വീസ്ത ഒക്കെ ഉണ്ടാക്കലും ബഹളങ്ങളാണ്. ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്തേക്കാണ് വന്നിരിക്കണേ. ഒരർക്കൊക്കെ പാസ്സാക്കിയിട്ടാണ് വന്നിരിക്കണേ. വൈകുന്നേരം ഇപ്പോൾ ആളുകൾ കൂടിത്തുടങ്ങി. വേണ്ട ഇത്രയും തിരക്കായി. കടലിൻ്റെ അടുത്തേക്ക് പോട്ടെ. പ്രൈസായിട്ട് ഇങ്ങനെ എവിടെ വേണ്ട എല്ലാവരും ഒരേപോലത്തെ സാരിയൊക്കെ എടുത്ത് വെള്ള സാരിയും അല്ല കറുത്ത ബ്ലൗസും. സണ്ണിനൊന്നും കാണാനില്ലല്ലോ ഇവിടെ. സണ്ണ് പോയി, സെറ്റൊക്കെ കഴിഞ്ഞു. അത് ശരി, തട്ടിയിടുക തന്നെ. വെള്ള സാരി പടകൾ വരുന്നുണ്ട്, നല്ല രസമായിട്ട്. ഇത് നല്ല രസമായില്ലേ, വെള്ളയമേ പോൽക്ക കുത്തുകളുള്ള സാരികൾ. കുതിരവണ്ടികൾ പോണു. ആട് ഇങ്ങനെ നടക്കുകയാണ്, സയാനം ആസ്വദിച്ച്. സണ്ണൊക്കെ പോയി. സൂര്യഭഗവാൻ കടലിൻ്റെ ഉള്ളിൽ എപ്പോഴോ പോയി. വണ്ടികൾ, കുതിരവണ്ടി. ഇതെന്ത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് ഇരിക്കാൻ പോവാണ്. കടൽ കണ്ടോ, ഫുൾ വിളക്കുകളൊക്കെ ഇങ്ങനെ കത്തി നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഈ അറ്റം തൊട്ട് ഇങ്ങനെ കാണിച്ചു തരാം, കണ്ടോ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ആസ്വദിച്ച് എന്തെങ്കിലും ഞം കഴിക്കാൻ പോകണം അല്ലേ? ആട് എന്താ കഴിക്കുക രാത്രി? ഇത് കണ്ടോ, ഇത് വലിയ ഈ ആക്രി സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഞണ്ട്, ക്രാബ് കേക്കട. ആ എന്ത്? ഓക്കെ ഓക്കെ ഓക്കെ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇപ്പോൾ സൺറൈസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് എടുത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ. പോയി നോക്കാം. ഇല്ല ഇല്ല, ഓക്കെ. ആരുമില്ല, രണ്ടാളുണ്ട് അല്ലേ. അപ്പോൾ സൺറൈസിലേക്കൊന്ന് പോയി നോക്കാം. ഉച്ചക്കലത്തെ കുറച്ച് ഫ്ലോപ്പായിരുന്നു. ഇനി ഇവിടുത്തെ എന്താണെന്നുള്ളത് നമുക്ക് കണ്ട് നോക്കാം.
വിശക്കുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ഡ്രൈ ഐറ്റംസ് നോക്ക്. ഫ്രൈഡ് റൈസൊന്നും എനിക്ക് വേണ്ട. ഡ്രൈ ഐറ്റംസ് എന്താന്ന് നോക്കി. ഡാഡി എന്ത് വാങ്ങിക്കണം അതിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്തോണ്ട്. ഈ പേര് തന്നെ ഇവർ ഇങ്ങനെ എപ്പോഴും ഇടും കണ്ടോ. ഇവരുടെ ആൾക്കാർ തന്നെയാണ്. അപ്പം എന്തായാലും മറ്റേ കിട്ടില്ല അല്ലേ, കള്ള്. ഡ്രൈ ഐറ്റംസ് ക്രിസ്പി മതി. പക്കോട വേണമെങ്കിൽ നോക്കി നോക്ക്. ചിക്കൻ പക്കോട. ആ ആ അതൊരെണ്ണം വാങ്ങിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ചിക്കൻ പക്കാവട. ഇതെന്താണ്? ചിക്കൻ പക്കാവട പക്കോട ഡ്രൈ. വലിപ്പം വളരെ കുറവാണ്. ഒരെണ്ണം കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. സൂപ്പർ. അവർ തന്നെയാണ് അല്ലേ സോസിലൊക്കെ മുക്കി. നല്ല രസമുണ്ട്. ഗാർഡൻ എത്രയാ? ചിക്കൻ ലോലിപോപ്പ് എത്ര കഷ്ണമാട്? 6 പീസ് 250 അല്ലേ? റെഡ് 210. മറ്റേനോ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങളിത് കഴിച്ച് തുടങ്ങട്ടെ ഏട്ടാ. ഇനി ഇത് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്കല്ല, റൂമിലേക്ക്. അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് നല്ല ചൂടുണ്ട്. പതുക്കെ പതുക്കെ കഴിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. സണ്ണിങ്ങനെ റൈസ് ചെയ്ത് വരണുണ്ടാവും. കടലിൻ്റെ അവിടെ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്നാണ് ഞാൻ എടുക്കണേ. ഇപ്പോൾ ഇതൊക്കെ ഈ ഏരിയയൊക്കെ ഇങ്ങനെയാണ്. ഡാഡ് വീണ്ടും ഉറങ്ങാനായിട്ട് കിടന്നിരിക്കുക. ഞങ്ങളൊരു 10:30 ആകുമ്പോൾ ഇവിടുന്ന്, 10:30 അല്ല 9:30 ആകുമ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകും. ഏതാ സ്ഥലം ഡാഡ്? ഏത് ബീച്ചാണ്? ദിവേഗർ ബീച്ചിലേക്ക് പോകും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിവേഗർ ബീച്ചിലത്തെ വീഡിയോ വേറെ ആയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ടാറ്റ, ബൈ ബൈ.